ടെക്സ്റ്റ് ബുക്കാണ് ഒരു അച്ഛൻ മകന് സമ്മാനമായി നൽകിയത്. മുൻപ് എഴുതിയ കഥ CBSE പാഠപുസ്തകത്തിൽ എത്തിയതോടെ വലിയ സന്തോഷത്തിലാണ് 10ാം ക്ലാസ്സുകാരൻ അർപ്പിത്. കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ നാലാഞ്ചിറ സെയിന്റ് ഗറേറ്റി ഹൈസ്കൂൾ വരെ ഒന്ന് പോകണം. എന്റെ കഥ അറിഞ്ഞില്ലേ? കഥാകൃത്തും സർപ്രൈസ് ആയിട്ടാണ് കഥ പുറത്തു വന്നത് അറിഞ്ഞത്. ഒരു സമ്മാനം തട്ടെ. അറിഞ്ഞില്ലായിരുന്നല്ലോ. സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും. എഴുത്തുകാരുടെ കഥയും കവിതയും ഒക്കെ പാഠപുസ്തകത്തിൽ വരും. അത് വലിയ എഴുത്തുകാരനായാലും ചെറിയ എഴുത്തുകാരനായാലും ഇപ്പം മോനൊരു വലിയ എഴുത്തുകാരനായി മാറി. സംസാരിക്കുന്ന പെൻസിൽ ഇത് പാഠപുസ്തക കമ്മിറ്റിക്ക് ഇഷ്ടപ്പെട്ടു, CBSEയുടെ. അതുകൊണ്ടാണ് അവർ സെലക്ട് ചെയ്തത്. ഒരു 4ാം ക്ലാസ്സുകാരന്റെ മനസ്സിൽ തോന്നിയ കഥ 2ാം ക്ലാസ്സിലെ CBSE ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ചു വന്നതിന്റെ സന്തോഷമാണ്. കഥ സംസാരിക്കുന്ന പെൻസിൽ. കേട്ടില്ലേ? ഇപ്പോഴും എന്റെ കഥയാണ് പറയുന്നത്. സ്കൂളിലെ ഡെസ്കിൽ കൈമടക്കിയിരിക്കുന്ന സണ്ണിക്കുട്ടനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അവന്റെ പെൻസിൽ. സണ്ണിക്കുട്ട, പെൻസിൽ സണ്ണിക്കുട്ടനെ വിളിച്ചു. സണ്ണിക്കുട്ടൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അപ്പൊ ആ പെൻസിൽ മാത്രം മിണ്ടാതിരിക്കും. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു കഥ വന്നോ? അപ്പൊ ഈ കഥ എഴുതാനുണ്ടായ സാഹചര്യം അർപ്പിത് പറയല്ലേ? നമ്മുടെ എഴുത്തിന്റെ ലോകത്തേക്ക് ഇനി ഉയരങ്ങൾ കീഴടക്കാൻ അർപ്പിതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം, അല്ലേ? സഹപാഠിയുടെ കഥയ്ക്ക് ചുറ്റുമുള്ളവർ കൈയടിക്കുമ്പോൾ കൂട്ടുകാർക്ക് അഭിമാനം. വളരെ അഭിമാനം തോന്നുന്നു. കാരണം നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഒരു കുട്ടി പുസ്തകങ്ങൾ വായിച്ചും അത് എഴുതിയും ഇതേപോലെ പുസ്തകങ്ങൾ നമുക്ക് മുതൽ പ്രചോദനമായി തീരണം. ശരിക്കും എനിക്ക് എഴുതാൻ തോന്നി. ആദ്യം എനിക്കൊരു കൗതുകമായിരുന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോൾ സണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി എങ്ങനെയാണ് ഈ പെൻസില് ഇതിനെ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള അതിശയമായിരുന്നു. കഥ വായിച്ച് ആഴത്തിൽ അറിയുന്നതോറും അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ. എങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത് അറിയാം. മുനകൂർപ്പിക്കുമ്പോൾ പെൻസിലിനെ വേദനിക്കുമെന്ന് കരുതിയ വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതിൽ സന്തോഷമാണെന്ന് പറയുന്ന പെൻസിലിന്റെ കഥയാണ് പാഠപുസ്തകത്തിലെത്തിയത്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് എല്ലാവരും സ്നേഹിക്കുകയും ത്യാഗം ചെയ്യണം പ്രകൃതിയല്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് ആ ഒരു ത്യാഗം ചെയ്യാനുള്ളത് കുറയാണ്, സ്നേഹം കുറയാണ്. ഇനിയിപ്പോൾ അവൻ എന്ത് പറ്റിയെന്നോ ഇവൻ എന്ത് പറ്റിയെന്നോ അവൻ കഴിച്ചതൊന്നും ആരെങ്കിലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഇവിടെ പെൻസിൽ ഇവിടെ അതിനെ വേദനിപ്പിച്ചത്. വേദന ഉണ്ടെങ്കിൽ പോലും അതായത് ത്യാഗം സഹിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നോക്കിയാണ്. നാലാഞ്ചിറ സെന്റ് ഗറേറ്റി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിതിന്റെ അടുത്ത പുസ്തകവും പ്രകാശനത്തിന് ഒരുങ്ങുകയാണ്. വലിയൊരു വായനക്കാരനാണ്, അതാണ് എൻ്റെ പ്രത്യേകത. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വായിക്കും. 1ാം ക്ലാസ് പഠിച്ചപ്പോൾ ഒരു ഈച്ച എന്ന് പറയുന്ന ഒരു കവിതയാണ് ആദ്യം എഴുതിയത്. കൊച്ചു ഈച്ച എന്തിനു വന്നു, അതാണ് ആ കവിത അങ്ങനെ തുടങ്ങുന്നത്. അനിയന്മാരും അനിയത്തിമാരും തന്റെ കഥയറിഞ്ഞ് പഠിക്കാൻ തുടങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് എഴുത്തുകാരനായ വിദ്യാർത്ഥി. ആശയങ്ങൾ കഥകളാകണമെങ്കിൽ